ചേട്ടാ നമസ്കാരം. ചേട്ടാ നിങ്ങളുടെ നാട്ടുകാരിയാണ് നിമിഷപ്രിയ. അതെ, മെമ്പറുടെ ഹസ്ബൻഡാണ്. ശരിയായിട്ട് ഈ ഇവിടുത്തെ ഒരു പ്രവർത്തനം നിങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഈ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട്? ഇതിപ്പോൾ പറഞ്ഞാൽ നേരത്തെ ഇവർ ഇവിടെ നിന്ന് പോയത് കൊണ്ട് ഇപ്പോൾ ഇവിടെ താമസവും ഇല്ല. അവരുടെ സ്ഥലമൊക്കെ വിറ്റിട്ട് പോയി ഇപ്പോൾ എറണാകുളത്ത് പോയിരിക്കുകയാണ്. പിന്നെ ഫോണിലൂടെ മാത്രമേ ഈ സമ്പർക്കമുള്ളൂ. ഇവിടെ ഇപ്പോൾ അതിൻ്റെതായിട്ട് ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മളിപ്പോൾ വാർഡ് മെമ്പറാണെങ്കിലും നമുക്ക് വീട് കയറി ഇറങ്ങാനൊക്കെ സൗകര്യങ്ങളും അന്വേഷിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അവർ നമ്മളെ വിട്ട് അങ്ങോട്ട് പോയ കാരണം കൊണ്ട് ഈ ഫോണിലൂടെ സംസാരങ്ങളും ഈ ഇപ്പോൾ പ്രവർത്തനങ്ങൾ വെളിയിൽ സംസാരവും ന്യൂസിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടോമിയൊക്കെ ഇവിടെ വന്നാൽ ഞങ്ങളെ കണ്ട് സംസാരിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ടേ പോവുള്ളൂ. കുഞ്ഞിനെ കാണുമ്പോൾ എന്താ തോന്നുന്നു? കുഞ്ഞിനെ കാണുമ്പോൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ എത്ര ക്രൂരമായിട്ട് ആളാണെങ്കിലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്കൊരു സങ്കടം തന്നെയല്ലേ. അതിൻ്റെ ഇപ്പോൾ എന്ത് തന്നെ ചെയ്താലും തെറ്റ് ചെയ്തു പറഞ്ഞാൽ കുട്ടിക്ക് അമ്മയല്ലേ, അതൊരു വലിയ കാര്യമല്ലേ. അവരിനെ എങ്ങനെയും വിട്ടുകിട്ടിയാൽ അത്രയും ആ കുട്ടിൻ്റെ ഭാവിക്ക് ദോഷം ചെയ്യാതെ പോവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്തു അങ്ങനെ ചെയ്തു എന്നല്ല. അപ്പോൾ അവർ വിട്ടുകിട്ടിയാൽ ആ കുട്ടിക്കൊരു അമ്മയായി മാറും, അല്ലെങ്കിൽ അമ്മയില്ലാതെ മോളാവും, ഭർത്താവിനൊരു ഭാര്യയാവും. ഇതൊക്കെ ഒരു നല്ല കാര്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരാളിനെ തൂക്കിപ്പോയാൽ അങ്ങനെയൊക്കെ ഇതൊക്കെ പറയുമ്പോൾ സങ്കടം തന്നെ എല്ലാവർക്കും. ആരിനെയാണെങ്കിലും ജീവനല്ലേ, അത് ജീവിക്കാൻ വേണ്ടി പോയതല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൻ്റെ പേരിലായിരിക്കാം. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ഇവിടെ അറിയില്ല. പിന്നെ ബാക്കി പേപ്പറിലൂടെയും ഈ ടി വിയിലൂടെയും നമ്മൾ വാർത്തകൾ കാണുമ്പോൾ തന്നെ ഇത് അറിയുള്ളൂ. കല്യാണം ഞങ്ങളെല്ലാവരും പോയി. ഇവിടുത്തെ എല്ലാ ആൾക്കാരും കല്യാണത്തിൽ പങ്കെടുത്ത് ഇവിടെ വട്ടക്കാട് ഒരു മണ്ഡപത്തിലായിരുന്നു, പള്ളിൻ്റെ ഒരു മണ്ഡപത്തിലായിരുന്നു. ഇവർ ഒരു പള്ളിയിലൊക്കെ അമ്മയൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ. അങ്ങനെ പോയിട്ട് അവിടെയാണ് കല്യാണമൊക്കെ നടന്നത്. അതൊക്കെ ഇവിടെ എല്ലാവരും വിളിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. അതിനൊന്നും ഒരു ഇതൊന്നുമില്ല. അന്നൊന്നും ഒരു ഇതുമില്ല. കല്യാണം കഴിഞ്ഞ ശേഷമാണല്ലോ അവർ ഗൾഫിൽ പോയതും ഇതൊക്കെ ആയത്. കുട്ടി നേഴ്സാകാൻ വേണ്ടിയിട്ടാണ് പോയത്, നേഴ്സിൻ്റെ പണിക്കാണല്ലോ പോയത്. അതുകൊണ്ട് പിന്നെ അവർക്ക് അതെല്ലാം അറിയുള്ളൂ. ആ ഭാവിയിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നിട്ടായിരിക്കുമല്ലോ അതിങ്ങനെ സംഭവിക്കുക. അല്ലാതെ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ക്രൂരമായിട്ടൊന്നും ആരെയും ദ്രോഹിക്കാനോ ഓതിരിക്കാനോ കൊല്ലാനോ ഒന്നും ഒരാളും ചെയ്യില്ലാത്ത കാര്യങ്ങളല്ല. ഇവർ കൃഷി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അവിടെ അവർ വേറെ ആൾക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. കൃഷി അവൻ്റെ ഇവിടെയുണ്ട്. മറ്റേ വലിയച്ഛനാണ് ഇവിടെ, അവൻ്റെ കൃഷി അവിടെ തന്നെ ഉണ്ട്. വലിയച്ഛൻ്റെ മക്കളും ഉണ്ട്. വലിയച്ഛൻ മരിച്ചു. ഇപ്പോൾ വലിയമ്മയും മരിച്ചു. ഇപ്പോൾ മക്കളുണ്ട്. മക്കളിപ്പോൾ അവർ ശ്രീനാരായണ സ്കൂളിൽ നിന്ന് കടന്നു വരുമ്പോൾ ശ്രീനാരായണ സ്കൂൾ കണ്ടിട്ടുണ്ട്. അവിടെ വീട് കെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെയും അവരിൻ്റെ വീടുണ്ട്. 2 ആൺകുട്ടികളും ബാക്കി 4 പെൺകുട്ടികളും. ഇവർക്ക് 2 പെൺകുട്ടികളും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് പിന്നോട്ടാണ് വന്നത്. നേരത്തെ ഈ സാഹചര്യത്തിൽ നേരത്തെ അവർ അപേക്ഷിച്ച സമയത്ത് തന്നെയാണ് സർക്കാർ കൃത്യമായി ഇടപെട്ടതാണെങ്കിൽ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താമായിരുന്നു. ഇത് ഒരുപാട് വൈകിപ്പോയില്ലേ. അവർ അവിടെ കേസും അതൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇവിടെ അപേക്ഷ കൊടുത്തതും അവർ നോക്കാ പറഞ്ഞ് ഇതൊക്കെ ഇതൊക്കെ വർഷങ്ങളായിപ്പോൾ അവർ കൊടുത്തിട്ട് മാറ്റി വെച്ചുകൊണ്ട് വർഷങ്ങളായി ചെയ്തത്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വർഷം മുമ്പെങ്കിലും പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്തതാണെങ്കിൽ ഈ വധശിക്ഷയ്ക്കൊന്നും ഇടവരില്ല വിചാരിക്കുന്നു. ഈ ടോമിയെ കാണുമ്പോൾ എന്തായി? ടോമി 2 മണിക്കൂറോളം സംസാരിക്കുന്നു. ഇവിടെ ഇരുന്നാണ് ആള്. എന്താണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ടോമി പറയുന്നത്? ടോമി പറയുന്നത് അവര് ഇപ്പോൾ ഭാര്യ തെറ്റുകാരിയല്ല. ഇപ്പോൾ അവരാണ് അതിൻ്റെ എല്ലാത്തിനും ഉത്തരവാദി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അത് ഇപ്പോൾ ഭാര്യനെ നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഭർത്താവല്ലേ, ഒരു കുട്ടിൻ്റെ അമ്മയും അല്ലേ. അവരിപ്പോൾ അങ്ങനെ അവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പോയതാണെന്നല്ലാതെ ഇപ്പോൾ വേറൊന്നും അവനും ഈ പയ്യനും അവിടെ
പോയി ഇരുന്നിട്ട് വന്നതാണ്. ഇയാളെ അറിയുകയും ചെയ്യായിരുന്നു. ഇയാൾ അറിയുകയും ചെയ്യാം. വന്നിട്ടുണ്ടായിരുന്നല്ലേ? ആ അറബി ഇവിടെ വന്നിട്ടുമുണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അറബി വന്നിട്ടുണ്ട് ഇവിടെ. വന്ന് ഇവിടെയൊക്കെ ഈ ടോമിൻ്റെ കൂടെ ഇവർ എല്ലാവിടെയും കറങ്ങിയിട്ട് പോയതാണ്. അപ്പോൾ അത്രയും ബന്ധത്തോടെയായിരുന്നു ഇവർ നേരത്തെ. അല്ലാതെ ഇപ്പോൾ അറബി ഇവിടെ വന്നിട്ട് വെറുതെ പോയില്ലല്ലോ. പോയി പിന്നെ ഇവർ എല്ലാവരും കൂടി അവിടെ പോയി. അവിടെ നിന്നാണ് പിന്നെ ഇവർ ഇതിൻ്റെ 1 മാസം 2 മാസം മുമ്പാണ് ടോമി നാട്ടിലേക്ക് വന്നത്. കുട്ടിയും ടോമിയും നാട്ടിലേക്ക് വന്നത്. അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അവളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുവോ? അത് എല്ലാം ആ അറബി പിടിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ച ശേഷമാണ് ഇത് വരിക ചെയ്തത്. അതങ്ങനെയാണ് അറിവ്. ഇപ്പോൾ നമുക്കിപ്പോൾ പേപ്പറിലൂടെയും ടി വിയിലൂടെയും കണ്ടതാണ്. അല്ലാതെ ഇപ്പോൾ ടോമിന് അതിന് ശേഷം കണ്ടിട്ടില്ല. നമ്മൾ അതിൻ്റെ മുമ്പാണ് ഇവിടെ കണ്ടത്. പിന്നെ അതിന് ശേഷം ടോമി ഇങ്ങോട്ട് വരിക, അവനും അതുമായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നടന്നിട്ട് കാശിൻ്റെ ഇടപാടും അതും ഇതൊക്കെ ചെയ്തിട്ട് പോവല്ലേ. അപ്പോൾ പിന്നെ ഇവിടേക്ക് വരാനുള്ള സാഹചര്യങ്ങളില്ലല്ലോ. ഈ ടോമിയെ പറ്റി എന്തെങ്കിലും പറയട്ടെ. അവിടെ ചെന്ന് കണ്ടോ പരിചയമൊക്കെ പെട്ട ആളാണല്ലോ. അപ്പോൾ ടോമിയൊക്കെ ആദ്യമൊക്കെ അവരിനെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇത് എന്താ സംഭവിച്ചെന്നുള്ളത് പിന്നെ ഇപ്പം അവർക്ക് ദൈവത്തിനും അവർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അവിടുത്തെ എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ടോമി പറഞ്ഞ അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതിനുശേഷം നിമിഷപ്രിയ ഈ വഴിക്ക് ഇവിടെ വന്നിട്ടില്ലല്ലോ. എന്താ അന്വേഷിക്കാനോ പറയാനോ ഇവിടെ അല്ല. അവർ എറണാകുളത്ത് ചേച്ചിൻ്റെ അവിടെയായിരുന്നു കുറേ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പോയ പിന്നെ ശേഷം അവൻ പിന്നെ അവൻ്റെ വീട്ടിൽ കുട്ടിയും കൊണ്ട് അവിടെ എവിടെ പോയി ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി എറണാകുളത്ത് ഇരിക്കുന്നുണ്ട്. അവർ ഇവിടെയാണ് പയ്യൻ്റെ വീട് ഇവിടെയാണ്. നിങ്ങൾ പയ്യ പുഴ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ലെഫ്റ്റിലൊരു ഫസ്റ്റ് വീട്, കയറിയതും ഫസ്റ്റ് വീട് അതാണ് പയ്യൻ്റെ. ഇവിടെ കുറേ കൃഷിയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്, പെങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.